പതിവ് പോലെ രാവിലെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു സ്ഥിര കാഴ്ചകളാണ് ഈ കാണുന്നത്. കുട്ടികളെ കളർ അടിസ്ഥാനത്തിലും സൈസ് അടിസ്ഥാനത്തിലും തരംതിരിച്ചിടുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. വന്ന പാടെ ടാങ്കുകളിലെ വെള്ളമാണ് മാറ്റിയത്. വെള്ളം മുഴുവനായിട്ട് മാറ്റി തീർക്കാൻ പറ്റിയില്ല. കുറച്ച് ടാങ്കുകൾ രാവിലെ ചെയ്തു, ബാക്കി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിന് ശേഷം നമ്മൾ കുട്ടികളെ തരംതിരിച്ചിടാനുള്ളതിനൊക്കെ തരംതിരിച്ചിട്ടു. ഇത് ഒരു കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങി സെയിലിനായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു സ്ഥിരം കാഴ്ചകളാണ് ഈ കുട്ടികളെ തരംതിരിക്കലും സൈസ് അടിസ്ഥാനത്തിലും മാറ്റിയിടുന്ന കാഴ്ചകൾ. കാരണം നമ്മളിവർ കൊടുക്കാൻ നേരത്ത് അവർക്ക് അത്യാവശ്യം ഷോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരേ സൈസുള്ളവയൊക്കെ മാറ്റിയിട്ടാലേ നമുക്ക് അവർക്കൊരു എന്താ പറയുക, ഒരു ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ആ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിനുശേഷം ഇനി ഉച്ച തിരിഞ്ഞിട്ടുള്ളൊരു കാഴ്ച എനിക്ക് കാണുന്നത്. ഉച്ച തിരിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു വേനൽ മഴ കിട്ടിയൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ആ വേനൽ മഴ വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പൊന്നിനും അതുപോലെ തന്നെ നമ്മുടെ നീയക്കൊച്ചും കൂടി ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ മഴ അത്യാവശ്യം പുറത്ത് തിരക്കിടില്ലാത്ത രീതിയിലുണ്ട്. അപ്പോൾ ആ ഒരു മഴയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഭൂമിയൊന്ന് നനയുന്ന രീതിയിൽ ഒരു വേനൽ മഴ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ തണുത്ത കാലാവസ്ഥയും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ മഴക്കാഴ്ച വേനൽ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമ തരുന്നൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് വൈകുന്നേരം നമ്മുടെ പള്ളിയിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് പന്നിനും അതുപോലെ തന്നെ ഒടിയൻ പൂച്ചയാണത്. അവൻ്റെ വാലിനൊരു ഒടിച്ചിലുണ്ട്, ജന്മന കിട്ടിയതാണ്. അതുകൊണ്ട് അവന് ഒടിയനാണ് ഇട്ടിരിക്കുന്നത്. അവൻ്റെ കൂടെ വേറൊരു പൂച്ച കൂടി ഉണ്ട്. അപ്പോൾ ഒടിയൻ ഇന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവൻ 2-3 ദിവസമായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങിയടിക്കുന്ന കൂട്ടത്തിലായതിൻ്റെ പേരിൽ ആ കറക്കൊക്കെ കഴിഞ്ഞ് വന്നൊരു കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് രണ്ടാളും കൂടി നിൽക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ പൊന്നിനും ഒടിയനും കൂടി നമ്മളെ രാത്രി വീട്ടിലേക്ക് സ്വീകരിച്ച കാഴ്ചകൾ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ വീണ്ടും ബാക്കിയുള്ള ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യാൻ മുകളിലോട്ട് കയറിയ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് ക്രൈഫിഷ് ബ്രീഡായി കുഞ്ഞുങ്ങളെ ഹാച്ചായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുട്ടികളുണ്ട്. കുറച്ചുകൂടി ഉള്ള വയറിൻ്റെ അടിഭാഗത്തിരിക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്.